Good morning. Good morning. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ. ജസ്റ്റ് 2 പാരഗ്രാഫ് നമ്മളൊന്ന് പറഞ്ഞായിരുന്നു. ഏതാണ്? മെറ്റീരിയൽസ് മാനേജ്മെന്റ്, ചാപ്റ്റർ 43 മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി നമുക്കൊന്ന് പറയാം. അപ്പൊ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു എന്റർപ്രൈസസിനെ സംബന്ധിച്ചോളം മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു പ്രധാന ചെലവ് ഘടകമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് നമ്മുടെ ബഡ്ജറ്റിന്റെ ഏകദേശം 40% ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ സ്റ്റോറുകളുടെ മാനേജ്മെന്റിനും അതുപോലെ സംരംഭത്തിനുമാണ് വിനിയോഗിക്കുന്നത്. അതിനകത്ത് മെറ്റീരിയൽ എന്ന് പറഞ്ഞത് ഏതൊക്കെയാവാന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെതസ്കോപ്പ്, ഹോസ്പിറ്റൽ ബെഡ്സ്, സർജിക്കൽ ടേബിൾ, വെന്റിലേറ്റർ, സ്റ്റെറിലൈസർ, തെർമോമീറ്റർ, അനസ്തേഷ്യ, ലിഫ്റ്റ്, MRI മെഷീൻ, സർജിക്കൽ ലൈറ്റ്, BP മോണിറ്റർ, ഇതെല്ലാം നമുക്ക് ഹോസ്പിറ്റലിലെ മെറ്റീരിയൽസ് ആണ്. അതിനകത്ത് നമ്മൾ നെക്സ്റ്റ് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് ഹൗസ്ലി എങ്ങനെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്തേക്കുന്നതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ വരുന്നത്. ഹൗസ്ലി എങ്ങനെയാ ഡിഫൈൻ ചെയ്തേക്കുന്ന? ദ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഗുഡ്സ്, സർവീസസ് ആൻഡ് എക്യുപ്മെന്റ് ഫ്രം അക്വിസിഷൻ ടു ഡിസ്പോസിഷൻ. ഹൗസ്ലി എങ്ങനെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എക്യുപ്മെന്റ് ഫ്രം അക്വിസിഷൻ. അക്വിസിഷൻ എന്ന് വെച്ചാൽ കൈവശപ്പെടുത്തുന്നത് മുതല്, ആ മെറ്റീരിയൽസ് കൈവശപ്പെടുത്തുന്നത് മുതല് അതിന്റെ നിർവഹണം വരെയുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ ഒരു മേൽനോട്ടവും നിയന്ത്രണവുമാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നാണ് ഹൗസ്ലി ഡിഫൈൻ ചെയ്തേക്കുന്നത്. മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് ദ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഗുഡ്സ്, സർവീസസ് ആൻഡ് എക്യുപ്മെന്റ് ഫ്രം അക്വിസിഷൻ ടു ഡിസ്പോസിഷൻ. ഇവിടെ വരെയല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? ഓക്കെ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. The managing of material to give the right quality of material at the right time, at the right place, at a low cost is materials management. അപ്പൊ എന്താണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? നമ്മള് ഒരു കുറഞ്ഞ ചെലവില് ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ശരിയായ ഗുണനിലവാരമുള്ള മെറ്റീരിയലുകൾ നൽകുന്നതിന് മെറ്റീരിയൽ കൈകാര്യം ചെയ്യുന്നതാണ് എന്ത്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാനേജിങ് ഓഫ് മെറ്റീരിയൽസ് മാനേജ് ചെയ്യാണ്. എങ്ങനെ? ടു ഗീവ് ദ റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ അറ്റ് ദ റൈറ്റ് ടൈം, കറക്റ്റ് ടൈമിൽ എത്തിക്കണം. അറ്റ് ദ റൈറ്റ് പ്ലേസ്, കറക്റ്റ് സ്ഥലത്ത്, അറ്റ് ലോ കോസ്റ്റില് നൽകുന്നതിനെയാണ് എന്ത് നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അത് മാനേജ് ചെയ്യാണ്, മെറ്റീരിയൽസിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത്. മെറ്റീരിയൽസ് ആർ ദ വൈറ്റൽ റിസോഴ്സസ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ വൈറ്റൽ റിസോഴ്സ്, സുപ്രധാന ഘടകമാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇതാണെങ്കിലും ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ ചെന്നു, നമ്മള് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ ഇതിന് എന്തെങ്കിലും പറ്റി അപ്പൊ തന്നെ സ്കാനിങ് പറയും അല്ലെ, എക്സ്റേ എടുക്കാൻ പറയും. ബോൺസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ എക്സ്റേ ആണ്, എക്സ്റേ എടുക്കാൻ പറയും. അപ്പൊ എക്സ്റേ മെഷീന്റെ ഹെൽപ്പോട് കൂടിയാണ് ഡിസീസ് എന്താണ് എന്നുള്ളത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോളം നമ്മൾ ആ രോഗനിർണയത്തിന് വേണ്ടി തന്നെ നമ്മൾ ധാരാളം മെറ്റീരിയൽസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതില്ലാതെ നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡിസീസ് ഐഡന്റിഫിക്കേഷൻ ഒന്നും പറ്റില്ല. അപ്പൊ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോളം മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇറ്റ് ഈസ് എ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഫങ്ഷനിങ് ഉള്ളൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ശരിയായ പ്രവർത്തനത്തിന് ഫങ്ഷനിങ്ങിന് ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ,
അവിടെ ഒന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. എയിം ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, എയിം ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഇനി മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ എയിം എന്താണ്, ലക്ഷ്യം എന്താണ്? The objective of materials management in a hospital is to make sure that there is ample stock of required items for continuous supply. അപ്പൊ എന്താണ് ഒരു എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മൾ ആ റിക്വയർഡ് ഐറ്റത്തിന്റെ മതിയായ സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ ഇത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോ ആവശ്യത്തിനുള്ള മെറ്റീരിയൽസ് ഉണ്ടോ, അവൈലബിൾ ആണോ, അതെല്ലാം ഇത് നമുക്ക് ഈ ആവശ്യത്തിനുള്ളത് സ്റ്റോർ ആണോ, അവിടെ എല്ലാരും ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാണ് പറയുന്നത് എന്താണ്? The objective of materials management in a hospital is to make sure that there is ample stock of required item for continuous supply. Continuous supply ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മതിയായ സ്റ്റോക്ക് അവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കണം. അത് ഒന്നാമത്തെ ഒരു എയിം ആയിട്ടാ പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് നോക്കണം. നമുക്ക് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ടോ, സ്റ്റോക്ക് കുറവാണെങ്കിൽ അപ്പൊ തന്നെ അതിനനുസരിച്ചുള്ള സ്റ്റോക്ക് അവിടെ സ്റ്റോർ ചെയ്യണം. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളത്. ടു കീപ് അവേ ഫ്രം സ്കർപ്പിൾസ്, മിച്ചത്തിൽ നിന്ന് അകറ്റി നിർത്തുക. ഹാവ് എ അപ്രോപ്രിയേറ്റ് സ്റ്റോറേജ്, ഈസി ഇട്രീവബിലിറ്റി എന്ന് വെച്ചാൽ തിരിച്ചെടുക്കാനാവാത്ത വിധം, irretrievability, distribution, the point of usage whenever needed, effective and efficient utilization of resource available. ഹോസ്പിറ്റലിന്റെ മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ എയിം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് സപ്ലൈ, തുടർച്ചയായ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള മതിയായിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. മിച്ചത്തിൽ നിന്ന് അകറ്റി നിർത്തുക. ഉചിതമായിട്ടുള്ള സംഭരണം ആവശ്യമുള്ളപ്പോഴെല്ലാം ഉപയോഗത്തിന്റെ പോയിന്റ് എളുപ്പത്തിൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വിതരണം, ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ റിസോഴ്സസ് എഫക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള റിസോഴ്സിന്റെ ഒരു യൂട്ടിലൈസേഷൻ, ലഭ്യമായ വിഭവങ്ങളുടെ ഒരു ഫലപ്രദവും കാര്യക്ഷമമായിട്ടുള്ള ഒരു വിനിയോഗം, ഇതെല്ലാം മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ എയിമായിട്ടാണ് വരുന്നത്. ഇനി അടുത്തത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അവിടെ അത് മേജർ ഒബ്ജക്റ്റീവ് എന്നുള്ളത് നോട്ട് ചെയ്ത് പഠിക്കുക. അത് ചോദിക്കാനുണ്ട്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് മേജർ ഒബ്ജക്റ്റീവ്സ്, പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, ലാഭം പരമാവധിയാക്കുക. ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യാൻ പറയുന്ന സെക്ഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ് നിങ്ങളോട് അത് നോട്ട് ചെയ്തെടുക്കാൻ പറയുന്നത്. ആ ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ അത് നോട്ട് ചെയ്യാൻ പറയുന്നത് ഇതിന്റെ ഒപ്പം തന്നെ നോട്ട് ചെയ്തിട്ട് പോവുക. മേജർ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ മേജർ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഓക്കെ, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, ലാഭം പരമാവധിയാക്കുക. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, ലാഭം പരമാവധിയാക്കുക. നെക്സ്റ്റ്, മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്, ചെലവ് കുറയ്ക്കുക, മിനിമൈസ് ചെയ്യുക. മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്, ചെലവ് കുറയ്ക്കുക. അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്, ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ് ലക്ഷ്യങ്ങൾ കൈവരിക്കൽ, ആശുപത്രി ലക്ഷ്യങ്ങൾ കൈവരിക്കൽ. ഓക്കെ, അത് മൂന്നുമാണ് മേജർ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഏതൊക്കെയാണ് മേജർ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് മാക്സിമം ആക്കുക. മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്, ചെലവ് മിനിമൈസ് ചെയ്യുക, കുറയ്ക്കുക. അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്, ആശുപത്രിയുടെ ലക്ഷ്യങ്ങൾ അറ്റൈൻ ചെയ്യുക, കൈവരിക്കുക. കിട്ടിയോ? 3 പോയിന്റ്സ് കിട്ടിയോ? അത് നോട്ട് ചെയ്യാൻ പറയുന്നത് ശ്രദ്ധിച്ച് നോക്കി പഠിക്കേണ്ട ഏരിയാസ് ആണ് കേട്ടോ. അപ്പൊ മേജർ ഒബ്ജക്റ്റീവ്സ് 3 നമ്മൾ പറഞ്ഞത്. ലാഭം പരമാവധിയാക്കുക, ചെലവ് കുറയ്ക്കുക, പിന്നെ അടുത്ത ആശുപത്രി ലക്ഷ്യങ്ങൾ കൈവരിക്കുക. ഓക്കെ, അടുത്തതും ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ നോട്ട് ചെയ്തിടുക കേട്ടോ. ടിക്ക് ഇട്ട് പഠിക്കുക നിങ്ങൾ. ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ,
മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. മെറ്റീരിയൽ പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. മെറ്റീരിയൽ ആസൂത്രണവും ബഡ്ജറ്റിങ്ങും. മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. മെറ്റീരിയൽ ആസൂത്രണവും ബഡ്ജറ്റിങ്ങും. നെക്സ്റ്റ് പർച്ചേസിങ്. പർച്ചേസ് ചെയ്യുക, വാങ്ങുക. സ്റ്റോറുകളൊക്കെ ഓരോ മെറ്റീരിയൽസുകളൊക്കെ വാങ്ങുക, പർച്ചേസ് ചെയ്യുക. ഓക്കെ. തേർഡ് പോയിന്റ് നോക്കിയേ, റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. റിസീവ് ചെയ്യുക, പിന്നെ ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ്, സംഭരിക്കുക, സ്റ്റോർ ചെയ്യുക, സ്റ്റോക്കിംഗ് ചെയ്യുക, സംഭരണം നടത്തുക. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അത് വിതരണം ചെയ്യുക. അതുപോലെ തന്നെ അത് എന്ത് ചെയ്യുക, പരിശോധിക്കുക. ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. റിസീവിംഗ്, റിസീവ് ചെയ്യുക, ആൻഡ് ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പരിശോധിക്കുക, സ്റ്റോക്കിംഗ്, വിതരണം, ഇതൊക്കെ പരിശോധിക്കുക. ഓക്കെ. നെക്സ്റ്റ് ഇൻവെന്ററി കൺട്രോൾ. ചരക്ക് പട്ടികകള്, വിവര പട്ടികകളൊക്കെ കൺട്രോൾ ചെയ്യുക. ഇൻവെന്ററി കൺട്രോൾ. നെക്സ്റ്റ് കോസ്റ്റ് റിഡക്ഷൻ. ചെലവ് കുറയ്ക്കുക, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, കോസ്റ്റ് റിഡക്ഷൻ. നെക്സ്റ്റ് വാല്യൂ അനാലിസിസ്. മൂല്യ വിശകലനം നടത്തുക. വാല്യൂ അനാലിസിസ്, മൂല്യ വിശകലനം. ദെൻ ഡിസ്പോസൽ. ഡിസ്പോസ് ചെയ്യുക, എന്താ, നിർമാർജനം ചെയ്യുക. ഡിസ്പോസൽ, നിർമാർജനം. ഇത്രയും കാര്യങ്ങളാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഫങ്ഷൻസിൽ വരുന്നത്. മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്, പർച്ചേസിംഗ്, റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇൻവെന്ററി കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ, വാല്യൂ അനാലിസിസ്, ഡിസ്പോസൽ. ഇത് എക്സാമിന് ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. നോട്ട് ഇൻക്ലൂഡഡ് എന്നാണെങ്കിലും ചോദിക്കാം. ആ ഫങ്ഷൻസ് നോക്കി വെക്കുക കേട്ടോ. മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്, പർച്ചേസിംഗ്, റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇൻവെന്ററി കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ, വാല്യൂ അനാലിസിസ്, ഡിസ്പോസൽ. അത് രണ്ടും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നോക്കിയേ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസിൽ വരുന്നതെന്നുള്ളത്. ഓക്കെ. ഫസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എക്യുപ്മെന്റ്സുകളാണ്. ഓക്കെ. വിച്ച് ഇൻക്ലൂഡ് സർജിക്കൽ. സർജിക്കൽ എക്യുപ്മെന്റ് കൂടി ഉൾപ്പെടുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാവാം? സ്റ്റെറിലൈസർ, നമുക്ക് സ്ട്രക്ചർ, സർജിക്കൽ ടേബിള്, വീൽ ചെയർ, തെർമോമീറ്റർ, ഇതെല്ലാം എക്യുപ്മെന്റ്സുകളാണ്. ഹോസ്പിറ്റലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകളാണ്. എക്സെട്ര എക്സെട്ര. അങ്ങനെ ധാരാളം എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. സർജിക്കൽ ഉൾപ്പെടെയുള്ള എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാ? സ്റ്റെറിലൈസർ, സ്ട്രക്ചർ, സർജിക്കൽ ടേബിൾ, വീൽ ചെയർ, തെർമോമീറ്റർ. അങ്ങനെ എക്യുപ്മെന്റ്സുകളാവാം. ഓക്കെ. എക്യുപ്മെന്റ്സുകൾ എക്സാമ്പിൾ വേണമെങ്കിൽ ഒന്ന് രണ്ടെണ്ണം അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എക്യുപ്മെന്റ്സുകൾ സ്റ്റെറിലൈസർ, തെർമോമീറ്റർ, അവിടെ തന്നെ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. സ്റ്റെറിലൈസർ, സർജിക്കൽ ടേബിള്, തെർമോമീറ്റർ, വീൽ ചെയർ, സ്ട്രക്ചർ, ഇതൊക്കെ എക്യുപ്മെന്റ്സിൽ വരുന്നതാണ്. ഒന്ന് രണ്ടെണ്ണം ഒന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ. രണ്ടാമത്തെ മെഷീൻസുകൾ വരാം. മെഷീനുകൾ അതും എക്യുപ്മെന്റ് ആണ്. വിച്ച് ഇൻക്ലൂഡ് സർജിക്കൽ. സർജിക്കൽ ഉൾപ്പെടെയുള്ള മെഷീൻസുകൾ ഏതൊക്കെയാ വരാം? മെഷീനുകൾ നമ്മൾ പഠിച്ച വെന്റിലേറ്റർ അല്ലെ? വെന്റിലേറ്റർ ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളില് വെന്റിലേറ്റർ എന്ന് പറഞ്ഞത് ലങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന, ബ്രീത്തിങ് പ്രശ്നമുള്ളവർക്ക് ലങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇതാണ്. ഏതാണ്? ഓക്കെ. എക്യുപ്മെന്റിന്റെ എക്സാമ്പിൾ ആണോ? രണ്ടെണ്ണം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അവിടെ സ്റ്റെറിലൈസർ എഴുതാം, സ്ട്രക്ചർ എഴുതാം, സ്ട്രക്ചർ, തെർമോമീറ്റർ, സർജിക്കൽ ടേബിൾ. അതിലേതെങ്കിലും ഒന്ന് രണ്ടെണ്ണം ഒന്ന് വെറുതെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ.
ഓക്കെ. ഇനി അടുത്ത മെഷീൻസുകൾ. മെഷീൻ എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞല്ലോ വെന്റിലേറ്റർ, ലങ്സിന് അസിസ്റ്റ് ചെയ്യുന്ന മെഷീനാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, വെന്റിലേറ്റർ മെഷീൻസിൽ വരുന്നതാണ്, എഴുതിക്കോട്ടോ. വെന്റിലേറ്റർ, അനസ്തേഷ്യ മെഷീൻ, അത് രണ്ടും മെഷീൻസിന് എക്സാമ്പിൾ ആണ്. വെന്റിലേറ്റർ, അനസ്തേഷ്യ മെഷീൻ, അനസ്തെറ്റിക് മെഷീൻ, അനസ്തെറ്റിക് മെഷീൻ, ANASTHETIC, അനസ്തെറ്റിക് മെഷീൻ. വെന്റിലേറ്റർ, അനസ്തെറ്റിക് മെഷീൻ, വെന്റിലേറ്റർ, അനസ്തെറ്റിക് മെഷീൻ. നെക്സ്റ്റ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോമുകളൊക്കെ ഇല്ലേ, ഫോമുകളൊക്കെ വരാം, കവറുകള്, അപ്പോയിന്റ്മെന്റ് കാർഡുകള്, ഇതൊക്കെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയിൽ വരുന്നതാണ്. അപ്പൊ സാധാരണ ഇതിനകത്ത് മെറ്റീരിയൽസ് ഏതാന്നുള്ളതാണ് ഇപ്പൊ ചോദിക്കാറ്. നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാവട്ടെ എന്ന് കരുതി ഞാൻ 2-3 എക്സാമ്പിൾ കൂടി അതിന്റെ ഒപ്പം പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. നെക്സ്റ്റ്, ഹൗസ് കീപ്പിംഗ്, ലിനൻ ആൻഡ് കെമിക്കൽസുകൾ. പല കെമിക്കൽസുകള് ലാബിലും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന തുണിത്തരങ്ങള്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസുകൾ ഇതൊക്കെ ഹൗസ് കീപ്പിംഗിൽ വരുന്നതാണ്. പിന്നെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്, അതൊക്കെ നമ്മൾ പഠിച്ചാണ്. ഡയറ്ററി. പിന്നെ വരുന്ന ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സുകൾ, ഇലക്ട്രിക്കൽ ഐറ്റംസുകൾ, സ്പെയർ പാർട്സുകൾ, ഇതൊക്കെ പലതരത്തിലുള്ള മെറ്റീരിയലിലും എക്സാമ്പിൾ വരുന്നതാണ്. പിന്നെ ലാബിൽ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള കെമിക്കൽസുകളൊക്കെ ലാബ്. പിന്നെ ഫാർമസിയിൽ മെഡിസിൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫാർമസി. ദെൻ കെമിക്കൽസ്, നോക്കിയേ, ഡെവലപ്പർ ആൻഡ് ഫിക്സർ ഇൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്ന ചില കെമിക്കൽസുകള്. സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്, പൈപ്സ് ആൻഡ് അതർ മെറ്റീരിയൽസ്, സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റത്തിൽ വരുന്നതാണ്. പിന്നെ അടുത്ത കൺസ്യൂമർ ഗുഡ്സ്, ഡീസൽ ആൻഡ് പെട്രോൾ ടു സ്റ്റാർട്ട് എ ബോയിലർ ഓർ ഓട്ടോക്ലേവ്, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ. കൺസ്യൂമർ ഗുഡ്സ്, അവിടെ നാം ബ്രാക്കറ്റ് ഒന്ന് കൊടുത്തേരെ കേട്ടോ. ഡീസൽ, പെട്രോൾ ടു സ്റ്റാർട്ട് എ ബോയിലർ ഓർ ഓട്ടോക്ലേവ്. ഇത്രയും കാര്യങ്ങൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസിൽ വരുന്നതാണ്. അപ്പൊ ആ പേരുകൾ മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. എക്യുപ്മെന്റ്, മെഷീൻസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഹൗസ് കീപ്പിംഗ്, ഡയറ്ററി, ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സ്, ലാബ്, ഫാർമസി, കെമിക്കൽസ്, സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്, കൺസ്യൂമർ ഗുഡ്സ്. ഓക്കെ, ക്ലിയർ ആയോ? നോട്ട് ചെയ്തെടുത്തില്ലേ അത്? ഓക്കെ. ഇനി അടുത്തത്, ഇതും നമ്മള് എക്സ്പാൻഡഡ് ഫോം ആയിട്ടാണ് ഈ ഒരു ഇത് ചോദിച്ചിട്ടുള്ളത്. IMM, റൈറ്റ്? ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് IMM അല്ലെങ്കിൽ എക്സ്പാൻഡ് IMM. IMM എന്താ, ഡെഫിനിഷൻ ഒന്നും ചോദിക്കില്ല. എന്താണ് IMM എന്ന് പറഞ്ഞാൽ? ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അതൊന്ന് നോട്ട് ചെയ്തിട്ടോ അണ്ടർലൈൻ ചെയ്തിട്ടോ എക്സ്പാൻഡഡ് ഫോം നോക്കിക്കോ. ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, IMM. IMM is a close coordination of all departments which are related to utilization of materials. IMM എന്ന് പറഞ്ഞാൽ എന്താണ്? Integrated Materials Management, expanded form. മെറ്റീരിയലുകളുടെ എന്താണ് IMM എന്ന് പറഞ്ഞാൽ? മെറ്റീരിയലുകളുടെ യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു ഏകോപനം, ഒരു ക്ലോസ് കോർഡിനേഷൻ ആണ് IMM എന്ന് പറയുന്നത്. IMM is a close coordination of all departments which are related with the utilization of material. മെറ്റീരിയൽസിന്റെ യൂട്ടിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട്, മെറ്റീരിയലുകളുടെ യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഒരു അടുത്ത ഒരു ക്ലോസ് കോർഡിനേഷനാണ് IMM എന്ന് പറയുന്നത്. എവരിതിങ് മെർജ്ഡ് അണ്ടർ വൺ ഹെഡ് നൗ. ഇതെല്ലാം ഒരൊറ്റ ഒരു തലയ്ക്ക് കീഴില്, ഒരു ഹെഡിന്റെ കീഴില്
മെർജ് ചെയ്തേക്കുന്നു, ലയിപ്പിച്ചിരിക്കുന്നു. എക്സാമ്പിൾ പർച്ചേസിംഗ്, സ്റ്റോറിംഗ് എക്സെട്ര അണ്ടർ മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിലാണ് പർച്ചേസിംഗും സ്റ്റോറിംഗും ഒക്കെ വരുന്നത്. ആ ഒരു ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. പർച്ചേസിംഗ്, സ്റ്റോറിംഗ് എക്സെട്ര അണ്ടർ മെറ്റീരിയൽസ് മാനേജർ. മെറ്റീരിയൽസ് മാനേജർ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആണ് മെറ്റീരിയൽസ് മാനേജർ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഹെഡ് ആണ് മെറ്റീരിയൽസ് മാനേജർ. അപ്പൊ പർച്ചേസിംഗും സ്റ്റോറിംഗും എല്ലാം ആരുടെ കീഴിൽ വരുന്നതാണ്? എക്സെട്ര അണ്ടർ മെറ്റീരിയൽസ് മാനേജർ. മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിൽ വരുന്നതാണ്. ഇതെല്ലാം ഒറ്റ കുടക്കീഴിൽ അല്ലെങ്കിൽ ഒരു ഒറ്റ തലയ്ക്ക് കീഴിൽ അത് മെർജ് ചെയ്തേക്കാണ്, ലയിപ്പിച്ചിരിക്കുന്നു. പർച്ചേസിംഗ്, സ്റ്റോറിംഗ് അണ്ടർ എക്സെട്ര അണ്ടർ മെറ്റീരിയൽസ് മാനേജർ. പർച്ചേസിംഗും സ്റ്റോറിംഗും മെറ്റീരിയൽസ് മാനേജറുടെ കീഴിൽ വരുന്നതാണ്. ഹു ഈസ് മെറ്റീരിയൽസ് മാനേജർ? ആരാണ്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആണ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആണ് മെറ്റീരിയൽസ് മാനേജർ. അതിൽ നിന്ന് ആ രണ്ട് ലൈൻ ഒന്ന് നോക്കാട്ടോ. ഫസ്റ്റ് ഒക്കെ നമ്മൾ IMM എന്ന് പറഞ്ഞതിന്റെ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്യാൻ പറഞ്ഞു, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജർ. ഇനി മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിൽ പറഞ്ഞ ഏതൊക്കെയാ? പർച്ചേസിംഗും സ്റ്റോറിംഗും. പർച്ചേസിംഗും സ്റ്റോറിംഗും മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിലാണ്. ആ രണ്ട് ലൈന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇതൊന്ന് നിങ്ങൾ പഠിക്കണം. അഡ്വാൻറ്റേജസ് അതും ടിക്കറ്റ് വെച്ചോ. അഡ്വാൻറ്റേജസ് ഓഫ് IMM എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജ് നോക്കിയേ. ബെറ്റർ അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരവാദിത്തം, മികച്ച ഉത്തരവാദിത്തം. ബെറ്റർ അക്കൗണ്ടബിലിറ്റി. ബെറ്റർ അക്കൗണ്ടബിലിറ്റി, മികച്ച ഉത്തരവാദിത്തം. അക്കൗണ്ടബിലിറ്റി ഓർ റെസ്പോൺസിബിലിറ്റി. ബെറ്റർ അക്കൗണ്ടബിലിറ്റി. ഓക്കെ. ഓർ റെസ്പോൺസിബിലിറ്റി, മികച്ച ഉത്തരവാദിത്തം. പിന്നെ നോക്കിയേ, കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും കോർഡിനേഷൻ, എല്ലാത്തിന്റെയും ഏകോപനം, എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് IMM ആണ്. കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യുക. കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യുക. നെക്സ്റ്റ് നോക്കാം, ബെറ്റർ പെർഫോമൻസ്. ബെറ്റർ പെർഫോമൻസ്, മികച്ച പ്രകടനം. മികച്ച പ്രകടനം, ബെറ്റർ പെർഫോമൻസ്, മികച്ച പ്രകടനം. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, ഫോർത്ത് പോയിന്റ്, മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി. മെറ്റീരിയലുകളുടെ വിതരണ സംവിധാനം. മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി. മെറ്റീരിയലുകളുടെ വിതരണ സംവിധാനം ഈസി ആണെന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം. നെക്സ്റ്റ്, മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. മെറ്റീരിയൽ കൈകാര്യവും അതുപോലെ തന്നെ അതിന്റെ ട്രാൻസ്പോർട്ടേഷനും ഗതാഗതവും. മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. Then next നോക്കിയ ലാസ്റ്റ് പോയിന്റ്, സ്ക്രാപ്പ് ആൻഡ് സ്കർപ്പിൾസ്, കൺട്രോൾ ആൻഡ് ഡിസ്പോസൽ. സ്ക്രാപ്പുകള്, പിന്നെ സ്കർപ്പിൾസ് എന്ന് വെച്ചാൽ മിച്ചം, അതിന്റെയൊക്കെ കൺട്രോള്, പിന്നെ അതുപോലെ തന്നെ ഡിസ്പോസൽ. ഈ മെറ്റീരിയൽസ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. ഹോസ്പിറ്റലിൽ ഒരു ഹ്യൂജ് എമൗണ്ടിലാണ് വേസ്റ്റുകളാണെങ്കിലും ഇതൊക്കെ വരുന്നത്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് ഡിസ്പോസ് ചെയ്യുക, ഈ മെറ്റീരിയൽസ് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതും ഈ അഡ്വാൻറ്റേജിന് വരുന്നതാണ്, IMM വരുന്നതാണ്. ഓക്കെ. സ്കർപ്പിൾസ് എന്ന് വെച്ചാൽ മിച്ചം എന്നുള്ള മീനിങ് കേട്ടോ. മിച്ചം.
സ്ക്രാപ്പ് ആൻഡ് സ്ക്രാപ്പേഴ്സ് കൺട്രോൾ. മിച്ചം വരുന്നത് കൺട്രോൾ ചെയ്യുക. ഇപ്പൊ നമ്മളിപ്പോ ആവശ്യത്തിനുള്ള മെറ്റീരിയൽസ് പോരെ, നമ്മൾ ഓവറായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടുതലുള്ളത് ഉണ്ടെങ്കിൽ അത് മിച്ചം വരും. അപ്പൊ അങ്ങനെ നമുക്ക് നഷ്ടമാവുമല്ലോ, അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതാണ് സ്ക്രാപ്പേഴ്സ് കൺട്രോൾ എന്ന് പറയുന്നത്. മിച്ചം വരുന്നത് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതിനൊക്കെ നമ്മൾ ഒരുപാട് ഓവറായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടും കാര്യമില്ല. എല്ലാത്തിനും ഒരു നമ്മൾ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം ഉള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ സ്റ്റോർ ചെയ്താൽ മതി. അപ്പൊ ഇത് IMMന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനെ സ്ക്രാപ്പേഴ്സ് മിച്ചം കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. മിച്ചം വരുന്നത് കൺട്രോൾ ചെയ്യുക. ഓക്കെ, സ്ക്രാപ്പ് എന്ന് വെച്ചാൽ എന്താ പറയാ, സ്ക്രാപ്സ് ഐറ്റംസുകളൊക്കെ എന്താ പറയാ, അതിന്റെ സ്ക്രാപ്പ് എന്ന് പറയില്ലേ നമ്മൾ, അതിന്റെ എന്താ മലയാളത്തില് എന്തിട്ട് പറയാ നമുക്ക്, സ്ക്രാപ്പ് അതിന്റെയൊക്കെ ഒരു വേസ്റ്റ് പോലെ ഇത് വരൂല്ലേ, ബാലൻസ് പോലെ വന്ന കാര്യങ്ങളൊക്കെ സ്ക്രാപ്പുകള്, അതൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. സ്ക്രാപ്പ് ആൻഡ് സ്ക്രാപ്പേഴ്സ് കൺട്രോൾ, ദെൻ ഡിസ്പോസൽ, അതിന്റെയൊക്കെ ഡിസ്പോസൽ. ഓക്കെ, ഒന്ന് വേഗം നോക്കി. വേസ്റ്റ് എന്നുള്ള ഒരു അവശിഷ്ടം, അത് തന്നെ അങ്ങനെ പറയാം നമുക്ക്. സ്ക്രാപ്പുകൾ അതിന്റെ എന്താ പറയാ, അതിന്റെ പീസുകളൊക്കെ ഇല്ലേ ഇങ്ങനെ ബാലൻസ്, അല്ലെങ്കിൽ ആ പീസുകളെന്നോ അവശിഷ്ടമെന്നോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം സ്ക്രാപ്പുകൾ. ഓക്കെ, അത്രയും അതൊന്ന് ടിക്കിട്ട് വെച്ചോളണം കേട്ടോ. വെക്ടർ അക്കൗണ്ടബിലിറ്റി, കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ അടുത്തത് വെക്ടർ പെർഫോമൻസ്, materials information system, then materials handling and transportation, scrap and scrappers control and disposal. Okay, ഇവിടെ ആരോ ചോദിച്ചു മെർജ് എന്നുള്ള ഒരു വേർഡിന്റെ മീനിങ്. മെർജ് എന്ന് വെച്ചാൽ അതിലേക്ക് ലയിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. മെർജ്, എവറിത്തിങ് മെർജ് അണ്ടർ വൺ ഹെഡ് നൗ, എല്ലാരും ഒരൊറ്റ കലയ്ക്ക് കീഴിൽ എല്ലാം ലയിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. IMMന്റെ കീഴിൽ ഇതെല്ലാം മെർജ് ചെയ്തേക്കുക. മെർജ് ചെയ്യാന്ന് വെച്ചാൽ ലയിപ്പിക്കുക. ഓക്കെ, എവറിത്തിങ് മെർജ്ഡ് അണ്ടർ വൺ ഹെഡ് നൗ, ഇതെല്ലാരും ഒറ്റൊരു ഹെഡില്, ഒരു ഹെഡിന്റെ കീഴിൽ ഇത് ലയിപ്പിച്ചിരിക്കുന്നു. എക്സാമ്പിൾ പർച്ചേസിങ്, സ്റ്റോറിംഗ് എക്സെട്ര അണ്ടർ മെറ്റീരിയൽസ് മാനേജർ, ഇതെല്ലാം മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിൽ വരുന്നതാണ്. ഇനി നോക്കിയേ, IMM does cost reduction techniques such as value analysis, variety reduction, standardization, forecasting and market analysis. ഇതെല്ലാം കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്കുകളാണ് IMMന്റെ. IMM does cost reduction technique. Okay, IMM does the cost reduction technique. ഏതൊക്കെയാണ്? IMM ചിലവ് കുറയ്ക്കുന്നതിനുള്ള ചില സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് വാല്യൂ അനാലിസിസ്, മൂല്യ വിശകലനം, വാല്യൂ അനാലിസിസ്. വെറൈറ്റി റിഡക്ഷൻ, വൈവിധ്യം കുറയ്ക്കുക, വെറൈറ്റി റിഡക്ഷൻ. സ്റ്റാൻഡേർഡൈസേഷൻ, അതിന്റെ നിലവാരം നിശ്ചയിക്കല്. ഫോർകാസ്റ്റിംഗ്, പ്രവചനം. മാർക്കറ്റ് അനാലിസിസ്, വിപണി വിശകലനം. ഇതെല്ലാം IMMല് ചെയ്യുന്ന കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്കിൽ വരുന്നതാണ്. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ലാസ്റ്റ് സെന്റൻസ്
IMM does cost reduction techniques such as value analysis, variety reduction, standardization, forecasting, and market analysis. Okay. ഇനി അടുത്തത് വാല്യൂ അനാലിസിസ് എന്താ പറഞ്ഞ മൂല്യ വിശകലനം. വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞൊരു ചെറിയ ടോപ്പിക് ആണ് ഇനി അടുത്തത്. വാല്യൂ അനാലിസിസ് ഈസ് ആൻ അറേഞ്ച്ഡ് അപ്രോച്ച് ടു റിക്കഗ്നൈസ് unnecessary cost connected with any product, material, part, component, system or services. ഇതാണ് വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞ ഏതാണ്? is an arranged approach to recognize unnecessary cost connected with any product, material, part, component, system or services. വാല്യൂ അനാലിസിസ് മൂല്യ വിശകലനം എന്നുള്ളത് ഏതെങ്കിലും ഒരു ഉൽപ്പന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ മെറ്റീരിയലോ അതിന്റെ ഭാഗോ അല്ലെങ്കിൽ കമ്പോണന്റോ അതിന്റെ സിസ്റ്റം ഓർ സർവീസ് അതിന്റെ സേവനം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ചെലവുകൾ, അൺനെസസറി കോസ്റ്റ്, അനാവശ്യമായിട്ടുള്ള ചെലവുകൾ തിരിച്ചറിയുന്നതിനുള്ള ഒരു അറേഞ്ച്ഡ് അപ്രോച്ച് ആണ് വാല്യൂ അനാലിസിസ് അല്ലെങ്കിൽ മൂല്യ വിശകലനം എന്ന് പറയുന്നത്. Value analysis is an arranged approach to recognize unnecessary cost connected with any product, material, part, component, system or services. വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ അതിന്റെ മെറ്റീരിയൽ, അതിന്റെ ഭാഗം, കമ്പോണന്റ്, സിസ്റ്റം ഓർ സർവീസ്, സേവനങ്ങൾ എന്നിവയായിട്ട് ബന്ധപ്പെട്ട അനാവശ്യമായിട്ടുള്ള ചെലവുകള് ക്രമീകരിക്കുന്നതിനുള്ള ഒരു സമീപനമാണ് വാല്യൂ അനാലിസിസ്. വാല്യൂ റിലൈസ് ഓൺ ഫങ്ഷൻ ആസ് വെൽ ആസ് ഓൺ ദ കോസ്റ്റ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ദിസ് പ്രോസസ് ഈസ് നെസസറി ഫോർ കോസ്റ്റ് റിഡക്ഷൻ. ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാല്യൂ അനാലിസിസ് അത്യാവശ്യമാണ്. ആ ഒരു സെന്റൻസും അതിനകത്ത് അണ്ടർലൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ വാല്യൂ അനാലിസിസ്, വാല്യൂ അനലൈസ് ചെയ്യുക, മൂല്യ വിശകലനം എന്ന് പറഞ്ഞ എന്താണ്? അത് നമുക്ക് ഇപ്പൊ പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റോ മെറ്റീരിയലോ അതിന്റെ ഭാഗോ കമ്പോണന്റോ സിസ്റ്റോ സർവീസോ എന്നിവയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അൺനെസസറി കോസ്റ്റ്, അനാവശ്യമായിട്ടുള്ള ചെലവുകൾ അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനമാണ് ശരിക്കും വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോസസ്സ് എന്തിനാ അത്യാവശ്യമാണെന്ന് പറഞ്ഞേക്കുന്നത്? ദിസ് പ്രോസസ് ഈസ് നെസസറി ഫോർ കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റിഡക്ഷന്, ചെലവ് കുറയ്ക്കുന്നതിന് ഈ പ്രോസസ്സ് അത്യാവശ്യമാണ്. ദിസ് പ്രോസസ് ഈസ് നെസസറി ഫോർ കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റിഡക്ഷന് അത്യാവശ്യമാണ്. ദിസ് പ്രോസസ് ഈസ് നെസസറി ഫോർ കോസ്റ്റ് റിഡക്ഷൻ. വാല്യൂ അനാലിസിസ് എന്നുള്ളത് എന്തിനാണ്? കോസ്റ്റ് കുറയ്ക്കുന്ന, ചെലവ് കുറയ്ക്കാനായിട്ട് മൂല്യ വിശകലനം സഹായിക്കും. അത് അത്യാവശ്യമാണ്. വാല്യൂ റിലേറ്റ്സ് ഓൺ ഫങ്ഷൻ ആസ് വെൽ ആസ് ഓൺ കോസ്റ്റ്. വാല്യൂ എന്തിന് ഇതായിട്ടിരിക്കുന്നു? പ്രവർത്തനങ്ങളുടെയും കോസ്റ്റിനെയും റിലേറ്റ് ചെയ്യുന്നു. മൂല്യം ആശ്രയിച്ചിരിക്കുന്നുണ്ട്. വാല്യൂ റിലേറ്റ് ചെയ്യുന്ന എന്തൊക്കെയാ? ഓൺ ഫങ്ഷൻ ആസ് വെൽ ആസ് ഓൺ കോസ്റ്റ്. അതും അണ്ടർലൈൻ ചെയ്യുന്നത് കേട്ടോ. വാല്യൂ റിലേറ്റ്സ് ഓൺ ഡാഷ്. എന്തിനാ? ഫങ്ഷൻ ആസ് വെൽ ആസ് ഓൺ ദ കോസ്റ്റ്. ഫങ്ഷനെ, കോസ്റ്റിനെ, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദ എബോവ് അങ്ങനെ ചോദിക്കാം. വാല്യൂ റിലേറ്റ്സ് ഓൺ ഫങ്ഷൻ ആസ് വെൽ ആസ് ഓൺ കോസ്റ്റ്. മൂല്യം എന്ന് പറയുന്ന അതിന്റെ പ്രവർത്തനങ്ങളെയും കോസ്റ്റിനെയും എന്ത് ചെയ്തിരിക്കുന്നു? ആശ്രയിച്ചിരിക്കുന്നു. Value analysis of material give more importance to the utility of the material than its cost. വിലയേക്കാൾ മെറ്റീരിയലിന്റെ ഉപയോഗത്തിനാണ് വാല്യൂ അനാലിസിസ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. യൂട്ടിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ കോസ്റ്റിനേക്കായും വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത് ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ടു ദ യൂട്ടിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ യൂട്ടിലിറ്റിക്ക്, അതിന്റെ ഉപയോഗത്തിന് പ്രാധാന്യം നൽകുന്നു. ദാൻ ഈസ് കോസ്റ്റ്. കോസ്റ്റിനേക്കായും മെറ്റീരിയലിന്റെ ഉപയോഗത്തിന് പ്രാധാന്യം നൽകുന്നു. ഓക്കെ. വാല്യൂ റിലേറ്റ്സ് ഓൺ ഫങ്ഷൻ ആസ് വെൽ ആസ് ഓൺ കോസ്റ്റ്.
Okay, value analysis of material give more importance to the utility of the material than the cost. കോസ്റ്റിനേക്കാളും മെറ്റീരിയലിന്റെ യൂട്ടിലിറ്റിക്ക് ഉപയോഗത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. വാല്യൂ ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ കോസ്റ്റ്. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, വാല്യൂ എന്ന് പറയുന്നത് എന്താ? ഫംഗ്ഷൻ കോസ്റ്റ് ആണ്. വാല്യൂ ഈക്വൽ ഫംഗ്ഷൻ കോസ്റ്റ്. Value increases by increasing the function or decreasing the cost. ആ ലൈനും ഒന്ന് നോക്കാം. Value increases by increasing the function. ഫംഗ്ഷൻ പ്രവർത്തനം ഇൻക്രീസ് ചെയ്യുന്നതിന്റെ അനുസരിച്ച് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. ഓർ ഡിക്രീസിങ് ദ കോസ്റ്റ്. കോസ്റ്റ് കുറയുന്നതിന്റെ അനുസരിച്ചും വാല്യൂ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. Value increases by increasing the function or decreasing the cost. Function അല്ലെ പ്രവർത്തനം ഇൻക്രീസ് ചെയ്യുന്നതോ ഓർ കോസ്റ്റ് ഡിക്രീസ് ചെയ്യുന്നതിന്റെ അനുസരിച്ച് വാല്യൂ എന്ത് ചെയ്യുന്നു? വാല്യൂ ഇൻക്രീസസ്. ആ ലാസ്റ്റ് സെന്റൻസ് കൂടി ഒന്ന് നോക്കാട്ടോ. പ്രവർത്തനം വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ ചെലവ് കുറയ്ക്കുകയോ ചെയ്യുന്നതിലൂടെ വാല്യൂ എന്ത് ചെയ്യുന്നു? മൂല്യം വർദ്ധിക്കുന്നു. പ്രവർത്തനം ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെലവ് കുറയ്ക്കുകയോ, ഡിക്രീസിങ് ദ കോസ്റ്റ് കുറയ്ക്കുകയോ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, മൂല്യം വർദ്ധിക്കുന്നു. വാല്യൂ ഇൻക്രീസസ് ബൈ ഇൻക്രീസിങ് ദ ഫംഗ്ഷൻ ഓർ ഡിക്രീസിങ് ദ കോസ്റ്റ്. ഓക്കെ, അത്രയാണ് അതിനകത്ത് വരുന്നത്. വാല്യൂ അനാലിസിസ് എന്താന്ന് പറഞ്ഞു. വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഒന്നുകൂടി നോക്കി നിങ്ങൾ. വാല്യൂ അനാലിസിസ് is an arranged approach to recognize unnecessary cost connected with any product, material, part, component, system or services. വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മെറ്റീരിയലോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമോ കമ്പോണന്റോ സിസ്റ്റം ഓർ സർവീസ് സേവനമോ എന്നിവയൊക്കെ ആയി ബന്ധപ്പെട്ട് ഇരിക്കുന്ന അൺനെസസറി കോസ്റ്റ്, അനാവശ്യമായിട്ടുള്ള ചെലവുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനമാണ് അറേഞ്ച്ഡ് അപ്രോച്ച്. ഒരു സമീപനമാണ് മൂല്യവിശകലനം, വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ വാല്യൂ അനാലിസിസ് എന്തിന് അത്യാവശ്യമാണെന്ന് പറഞ്ഞേ? ഫോർ കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റിഡക്ഷന് വാല്യൂ അനാലിസിസ് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. പിന്നെ വാല്യൂ റിലേസ് ഓൺ എന്തിനു ബന്ധപ്പെട്ടിരിക്കുന്നു? ആശ്രയിച്ചിരിക്കുന്നു ഫംഗ്ഷൻ ആസ് വെൽ ആസ് ഓൺ കോസ്റ്റ്. വാല്യൂ റിലേസ് ഓൺ ഫംഗ്ഷൻ ആസ് വെൽ ആസ് ഓൺ കോസ്റ്റ്. മൂല്യം പ്രവർത്തനങ്ങളെയും കോസ്റ്റിനെയും മൂല്യം ആശ്രയിച്ചിരിക്കുന്നു. വാല്യൂ റിലേ ചെയ്യുന്നു. പിന്നെ വാല്യൂ അനാലിസിസ് ഓഫ് മെറ്റീരിയൽ ഗീവ് മോർ ഇമ്പോർട്ടൻറ്റ്. വാല്യൂ അനാലിസിസ് ഏതിലെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്? യൂട്ടിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയലുകളുടെ ഉപയോഗത്തിന് യൂട്ടിലിറ്റിക്കാണ് അവിടെ പ്രാധാന്യം. ദാൻ ദ കോസ്റ്റ്. കോസ്റ്റിനേക്കാളും യൂട്ടിലിറ്റിക്കാണ് പ്രാധാന്യം നൽകുന്നത്. Then value increases. Value എങ്ങനെ ഇൻക്രീസ് ചെയ്യും? By increasing the function or decreasing the cost. ഫംഗ്ഷൻ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയും അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കുന്നതിലൂടെയും നമുക്ക് മൂല്യം വർദ്ധിപ്പിക്കാം. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ആണ് വരുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പലതരത്തിലുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? ഫങ്ഷണൽ വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ, എസ്റ്റീം വാല്യൂ, കോസ്റ്റ്, സ്ക്രാപ്പ് വാല്യൂ, ടൈം. ഇത്രയുമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസിൽ വരുന്നത്. ഓക്കെ, നോടി നോക്കാം കേട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് നോക്കാം. ഫങ്ഷണൽ വാല്യൂസ്, എക്സ്ചേഞ്ച് വാല്യൂസ്, എസ്റ്റീം വാല്യൂ, കോസ്റ്റ്, സ്ക്രാപ്പ് വാല്യൂ, ടൈം. ഇത്രയും കാര്യങ്ങളാണ് പലതരത്തിലുള്ള വാല്യൂസിൽ വരുന്നത്. ഇതും ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തത് കേട്ടോ. ഫങ്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ റിലൈ ഓൺ ഫങ്ഷൻ വാല്യൂസ് ചേഞ്ചസ്. പ്രവർത്തനങ്ങൾ ഒരു ഡിപ്പെൻഡിങ് ഓൺ ഫങ്ഷൻ അല്ലെങ്കിൽ റിലൈയിങ് ഓൺ ഫങ്ഷൻ, നമ്മുടെ പ്രവർത്തനങ്ങൾ റിലേ ചെയ്യുന്നതിലൂടെ വാല്യൂ എന്ത് ചെയ്യുന്നു? വ്യത്യാസപ്പെടുന്നു. ഫങ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് റിലൈ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ഫങ്ഷൻ വാല്യൂ ചേഞ്ചസ്. ആ ഫങ്ഷണൽ പ്രവർത്തന വ്യത്യാസത്തിലൂടെ വാല്യൂ ചേഞ്ച് ചെയ്യാം. ഫങ്ഷണൽ വാല്യൂ. എക്സ്ചേഞ്ച് വാല്യൂ എന്ന് വെച്ചാൽ ഗിവിംഗ് എ തിങ് ദാറ്റ് ഈസ് ഓൾഡ് ആൻഡ് ബൈ എ ന്യൂ വൺ. നമ്മൾ പല കാര്യങ്ങളും എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടല്ലോ. പഴയത് കൊടുത്തിട്ട് പുതിയത് വാങ്ങുന്നു, അതാണ് എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു നമ്മൾ കൊടുക്കുന്നതിന് ഒരു വാല്യൂ ഉണ്ട് അല്ലെ? അത് കൊടുത്തിട്ട് അതിനനുസരിച്ചുള്ള പുതിയത് വാങ്ങുന്നു, എക്സ്ചേഞ്ച് ചെയ്യുന്നു.
exchange value. Giving a thing that is sold and buying a new one. പഴയത് കൊടുക്കുന്നു എന്നിട്ട് പുതിയത് അവിടെ വാങ്ങുന്നു. Buying a new one. പുതിയത് വാങ്ങുന്നു. Example, TV, refrigerator. TV അല്ലെങ്കിൽ refrigerator. TV, refrigerator. Giving a thing that is sold and buying a new one. പഴയത് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? പുതിയത് വാങ്ങുന്നു. TV, refrigerator. നെക്സ്റ്റ് ആണ് എക്സ്റ്റീം വാല്യൂ എന്ന് പറയുന്നത്. എസ്റ്റീം വാല്യൂ ഒരു എന്താണ്? ഒരു പ്രസ്റ്റീജ് ഹാവിങ് എ തിങ്, ഒരു അന്തസ്സ്. ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിന് എത്രത്തോളം മൂല്യമുണ്ട്, അതാണ് എസ്റ്റീം വാല്യൂ എന്ന് പറയുന്നത്. ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിന് എത്രത്തോളം വാല്യൂ ഉണ്ട്, എത്രത്തോളം മൂല്യമുണ്ട്, ഇതാണ് എസ്റ്റീം വാല്യൂ. ഓക്കെ, ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിന് എത്രത്തോളം മൂല്യമുണ്ട് ആണ് എസ്റ്റീം വാല്യൂ. നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് ആണ്. ആസ് പെർ മോണിറ്ററി വാല്യൂ, പണമൂല്യം അനുസരിച്ച് ഒരു വസ്തുവിന്റെ പണത്തിന്റെ മൂല്യം. ആസ് പെർ മോണിറ്ററി വാല്യൂ, ഒരു വസ്തുവിന്റെ പണത്തിന്റെ മൂല്യം. വസ്തുവിന്റെ പണത്തിന്റെ മൂല്യം. വസ്തുവിന്റെ പണത്തിന്റെ മൂല്യം. സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എന്ന് വെച്ചാൽ നോക്കിയേ, വാല്യൂ ആഫ്റ്റർ ദ ലൈഫ് ടേം ഓഫ് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിന്റെ ആയുഷ്കാലത്തിന് ശേഷമുള്ള ഒരു വില. ഇതാണ് ഇത്ര വർഷത്തേക്ക് നമുക്ക് ആ മെറ്റീരിയൽസ് ഉപയോഗിക്കാം, അത് കഴിഞ്ഞാൽ സ്ക്രാപ്പിലാണ് നമ്മൾ കൊടുക്കുന്നേ, അല്ലെ? സ്ക്രാപ്പ് വാല്യൂ എന്ന് വെച്ചാൽ മെറ്റീരിയലിന്റെ ഒരു ലൈഫ് സ്പാൻ ഉണ്ടാവും, ഒരു ആയുഷ്കാലത്തിന് ശേഷമുള്ള അതിന് കിട്ടുന്ന ഒരു വില. സ്ക്രാപ്പ് വാല്യൂ ആഫ്റ്റർ ദ ലൈഫ് ടേം ഓഫ് എ മെറ്റീരിയൽ, മെറ്റീരിയലിന്റെ ആയുഷ്കാലത്തിന് ശേഷമുള്ള ഒരു വില. ദെൻ ടൈം. ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്, എത്ര കാലം അത് ലാസ്റ്റ് ചെയ്യും, നിലനിൽക്കും, എത്രത്തോളം നിലനിൽക്കും. 2 വർഷം അല്ലെ 5 വർഷം അങ്ങനെ ഒരു ടൈം പറയുന്നുണ്ടല്ലോ നമുക്ക്. അപ്പൊ ആ ഒരു മെറ്റീരിയൽ എത്ര നാള് ലാസ്റ്റ് ചെയ്യും, എത്രത്തോളം നിലനിൽക്കും, ഒരു മെറ്റീരിയൽ എത്രത്തോളം നിലനിൽക്കും, ഇതെല്ലാം പല ടൈപ്പ് വാല്യൂസിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ അതിനകത്ത് ആ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കണം കേട്ടോ. ഫങ്ഷണൽ വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ, എക്സ്റ്റീം വാല്യൂ, കോസ്റ്റ്, സ്ക്രാപ്പ് വാല്യൂ, ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പർപ്പസ് ഓർ എയിംസ് ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസ്. പർപ്പസ് ഓർ എയിംസ് ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസ്. വാല്യൂ അനാലിസിസ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണ്? വാല്യൂ അനാലിസിസ് ചെയ്യുന്നതിനുള്ള ഉദ്ദേശം, പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എന്തിനാണ് ഇങ്ങനെ മൂല്യവിശകലനം നടത്തുന്നത്? എന്താണ് അതിന്റെ പർപ്പസ്, ഉദ്ദേശം എന്താണ്? ഇതും ഒന്ന് നോട്ട് ചെയ്തിട്ടോ. റിമൂവൽ ഓഫ് ആൻ ഐറ്റം, ഒരു ഐറ്റം റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ മൂല്യവിശകലനം ചെയ്യുന്നതിലൂടെ നമുക്ക് ഏതെങ്കിലും ഒരു ഐറ്റം അതിനെ റിമൂവ് ചെയ്യാം. ഓക്കെ, റിമൂവൽ ഓഫ് ആൻ ഐറ്റം, ഒരു ഐറ്റം അവിടുന്ന് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ നീക്കം ചെയ്യാൻ. റിമൂവൽ ഓഫ് ആൻ ഐറ്റം, ഒരു ഐറ്റം നീക്കം ചെയ്യൽ, ഒരു ഐറ്റം നീക്കം ചെയ്യൽ. റിമൂവൽ ഓഫ് ആൻ ഐറ്റം, ഒരു ഐറ്റം നീക്കം ചെയ്യല്. പിന്നെ രണ്ടാമത്തെ നോക്കിയേ, യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ. യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണന്റ് ഫോർ ദ കോസ്റ്റ് റിഡക്ഷൻ, ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണന്റ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ, ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പോണന്റ് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് കമ്പോണന്റിന്റെ യൂട്ടിലൈസേഷൻ, അതിന്റെ ഉപയോഗം. Then inspection of all features of an item, ഒരു ഇനത്തിന്റെ എല്ലാ സവിശേഷതകളും എല്ലാ ഫീച്ചേഴ്സും ഇൻസ്പെക്ട് ചെയ്യാൻ, പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്.
ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐറ്റം. ഒരു ഐറ്റത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും ഇൻസ്പെക്ട് ചെയ്യുക, പരിശോധിക്കുന്നതിന്. സെക്കൻഡ് പോയിന്റ് ആണോ? ഓക്കെ. അപ്പൊ നമ്മള് ഈ പറഞ്ഞത് വാല്യൂ അനാലിസിസ് ചെയ്യുന്നതിന്റെ പർപ്പസ്, ഉദ്ദേശം എന്താണെന്നുള്ള പറഞ്ഞേക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു റിമൂവൽ ഓഫ് ആൻ ഐറ്റം, ഒരു ഐറ്റം അതിൽ നിന്ന് മാറ്റുന്നതിന്, റിമൂവ് ചെയ്യുന്നതിന്. രണ്ടാമത്തെ യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പോണൻസ് അത് ഉപയോഗിക്കുന്നത്, യൂട്ടിലൈസ് ചെയ്യുന്നത്, എത്രത്തോളം നമുക്കത് യൂട്ടിലൈസേഷൻ ചെയ്യാം, ഉപയോഗിക്കാം എന്നുള്ള യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണന്റ്. സ്റ്റാൻഡേർഡ് കമ്പോണന്റിലെ യൂട്ടിലൈസേഷന് അത് എന്തിനു വേണ്ടിയാ? ഫോർ കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് കമ്പോണൻസിന്റെ യൂട്ടിലൈസേഷൻ. ഓക്കെ, അതിന്റെ പരമാവധി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് എന്തിനു വേണ്ടിയാ? ഫോർ കോസ്റ്റ് റിഡക്ഷൻ. Then inspection of all features of an item. ഒരു ഇനത്തിന്റെ എല്ലാ സവിശേഷതകളും ഇൻസ്പെക്ട് ചെയ്യാൻ, പരിശോധിക്കാൻ. ഒരു ഇനത്തിന്റെ എല്ലാ സവിശേഷതകളും പരിശോധിക്കാൻ. ഇൻസ്പെക്ഷൻ, ഇൻസ്പെക്ഷൻ എന്ന് വെച്ചാൽ എന്താ? പരിശോധിക്കുക. ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐറ്റം. ഒരു ഇനത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും ഇൻസ്പെക്ട് ചെയ്യാൻ, പരിശോധിക്കാൻ. Then inspection of cheaper quality material for the advantages and use in an organization. ഒരു സ്ഥാപനത്തിലെ നേട്ടങ്ങൾക്കും ഉപയോഗത്തിനുമായിട്ട് വില കുറഞ്ഞ ഗുണനിലവാരമുള്ള വസ്തുക്കളുടെ പരിശോധന. ഇൻസ്പെക്ഷൻ ഓഫ് ചീപ്പർ ക്വാണ്ടിറ്റി മെറ്റീരിയൽ ഫോർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് യൂസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ നേട്ടങ്ങൾക്കും ഉപയോഗത്തിനുമായിട്ട് വില കുറഞ്ഞ ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസിന്റെ അതിന്റെ പരിശോധന, ഇൻസ്പെക്ഷൻ ചെയ്യുക. ഇൻസ്പെക്ഷൻ ഓഫ് ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ഫോർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് യൂസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. Then last point നോക്കിയേ, ഇൻസ്പെക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ആൻഡ് പ്രൈസിംഗ് relation to the money to be spent and realization of its worth in due course. ചെലവഴിക്കേണ്ട ഒരു പണവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു ബദൽ സ്രോതസ്സും വിലയും പരിശോധിക്കുക, അതിന്റെ മൂല്യം യഥാസമയം തിരിച്ചറിയുക. Inspection of alternative sources and the price in relation to the money to be spent and realization of its worth in due course. അതിന്റെ മൂല്യം, ആ ഒരു കോഴ്സിന്റെ മൂല്യം യഥാസമയം റിയലൈസ് ചെയ്യുക, മനസ്സിലാക്കുക. നോക്കിയേ, ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടി നോക്കിയേ. നമ്മൾ ചെലവഴിക്കേണ്ട പണം, അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ട പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ സോഴ്സ്, ഓൾട്ടർനേറ്റീവ് സോഴ്സ്, അതിന്റെ സോഴ്സും അതിന്റെ വില അതിന്റെ കോസ്റ്റ്, പ്രൈസ് എന്താണെന്നുള്ളത് ഇൻസ്പെക്ഷൻ പരിശോധിക്കലും അതിന്റെ മൂല്യം യഥാസമയം തിരിച്ചറിയുകയും ചെയ്യുക. അതിന്റെ മൂല്യം യഥാസമയം തിരിച്ചറിയുകയും ചെയ്യുക. ഓക്കെ, അത്രയാണ് അതിനകത്ത് പർപ്പസിൽ വരുന്നത്. പർപ്പസ് ഓർ എയിംസ് ഡൂയിങ് വാല്യൂ അനാലിസിസ്. അതിന്റെ 5 പോയിന്റ് ഉണ്ട്. ജസ്റ്റ് ഒന്നുകൂടി നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരു ഐറ്റം റിമൂവ് ചെയ്യാനായിട്ട്, സ്റ്റാൻഡേർഡ് കമ്പോണൻസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട്, ഇൻസ്പെക്ഷൻ, ഒരു ഐറ്റത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും ഇൻസ്പെക്ട് ചെയ്യാൻ, പരിശോധിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് പറഞ്ഞത് ഒരു ഫോർത്ത് പോയിന്റ് ഞാൻ പറയാം, ഇൻസ്പെക്ഷൻ ഓഫ് ചീപ്പർ ക്വാണ്ടിറ്റി മെറ്റീരിയൽ for the advantages and use in an organization. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു ഓർഗനൈസേഷന്റെ ഫോർത്ത് പോയിന്റ് ഞാൻ പറയുന്നത്, ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ നേട്ടങ്ങൾക്കും നേട്ടങ്ങൾക്കും അതിന്റെ ഉപയോഗത്തിനുമായി, ഒരു സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾക്കും അതിന്റെ ഉപയോഗത്തിനുമായിട്ട് ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസ്,
അതിന്റെ ഇൻസ്പെക്ഷൻ പരിശോധന. ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസ്, വില കുറഞ്ഞ ഗുണനിലവാരമുള്ള മെറ്റീരിയൽസിന്റെ വസ്തുക്കളുടെ പരിശോധന. ചീപ്പർ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസിന്റെ ഇൻസ്പെക്ഷൻ. ഓക്കെ, ഇൻസ്പെക്ഷൻ ചെയ്യുക. ചീപ്പർ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ ഇൻസ്പെക്ട് ചെയ്യുക. അതിൽ നിന്ന് അത് റിമൂവ് ചെയ്യണം. ഇപ്പൊ ക്വാളിറ്റി കുറവാണ് എങ്കിൽ അത് ഇൻസ്പെക്ട് ചെയ്തിട്ട് അത് വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്യാം. നമ്മളത് ചെയ്യുമ്പോൾ എല്ലാവരും നല്ല ക്വാളിറ്റിയിലുള്ളത് കൊടുക്കണ്ടേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചീപ്പർ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്താണ് ആ ഒരു മെറ്റീരിയലിന് വേണമെങ്കിൽ നമുക്ക് അത് അവിടുന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അഡ്വാൻറ്റേജസ് ആൻഡ് അത് എന്തിന്റെയാണ്? ഓർഗനൈസേഷന്റെ ഒരു അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടാണ്. ക്വാളിറ്റി കുറവുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ അന്നേരം നമ്മൾ വലിയൊരു പ്രശ്നത്തെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഓർഗനൈസേഷന്റെ അഡ്വാൻറ്റേജിനും അതിന്റെ ഉപയോഗത്തിനൊക്കെ വേണ്ടിയിട്ട് ചീപ്പർ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസിനെ പരിശോധിക്കുക. ഇപ്പൊ പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അത് ഇൻസ്പെക്ഷൻ ഓഫ് ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻസ്പെക്ട് ചെയ്യുന്നത്? അഡ്വാൻറ്റേജ് ആൻഡ് യൂസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷന്റെ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് ചീപ്പർ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അത് പരിശോധിക്കുക. എന്നിട്ട് നമുക്കത് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് പോയിന്റ്, റിമൂവൽ ഓഫ് ആൻ ഐറ്റം. ഒരു ഐറ്റം റിമൂവ് ചെയ്യണമെങ്കിൽ എന്ന്. ചീപ്പർ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ഇൻസ്പെക്ട് ചെയ്യുക. ഇനി ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടി നോക്കിയേ. നിങ്ങൾക്ക് ഇത്തിരി ദഹിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. ഇൻസ്പെക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ആൻഡ് പ്രൈസ് ഇൻ റിലേഷൻ ടു ദ മണി ടു ബി സ്പെൻഡ് ആൻഡ് റിയലൈസേഷൻ ഓഫ് ഇറ്റ്സ് വർക്ക് ഇൻ ഡ്യൂ കോഴ്സസ്. നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട, നമ്മൾ ചിലവഴിക്കേണ്ട ഒരു പണവുമായി ബന്ധപ്പെട്ടുള്ള സോഴ്സ്, ഓൾട്ടർനേറ്റീവ് സോഴ്സുകൾ, സ്രോതസ്, അതിന്റെ വിലയും ഒക്കെ പരിശോധിക്കുക. ഇൻസ്പെക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റീവ് സോഴ്സ് ആൻഡ് പ്രൈസ് ഇൻ റിലേഷൻ ടു ദ മണി ടു ബി സ്പെൻഡ്. ചിലവഴിക്കേണ്ട ആ പണവുമായി ബന്ധപ്പെട്ടുള്ള സോഴ്സുകള്, അതിന്റെ വിലയും പരിശോധിക്കുക. അതിന്റെ മൂല്യം യഥാസമയം തിരിച്ചറിയുക. റിയലൈസേഷൻ ഓഫ് ഇറ്റ്സ് വർത്ത്. വർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? WORT, അതിന്റെ മൂല്യം. ഇൻ ഡ്യൂ കോഴ്സസ്, അതിന്റെ മൂല്യം യഥാസമയം തിരിച്ചറിയുക. ഇത്രയാണ് അതിനകത്ത് പർപ്പസ് വരുന്നത്. ഓക്കെ, 5 പോയിന്റ് ആണ് വരുന്നത്. ഈ ഒരു ചെറിയൊരു ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇത്രയും കൂടി ആ ഒരു സ്ട്രക്ചർ ഇതും കൂടി നോക്കാം. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇതും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാണ്ട് കേട്ടോ. അതിന്റെ ആ നമ്മള് ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ട് അതിന്റെ ഓർഡർ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതും ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം അവിടെ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ആരാണ് അതിന് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് പറഞ്ഞത്? മെറ്റീരിയൽസ് മാനേജർ ആന്ന് പറഞ്ഞു അല്ലെ? ആദ്യം പറഞ്ഞില്ലേ മെറ്റീരിയൽസ് മാനേജർ ആണ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത്. പർച്ചേസിങ്ങും സ്റ്റോറിങ്ങും ഒക്കെ മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിൽ വരുന്നതാണ്. പർച്ചേസിങ്, സ്റ്റോറിങ് മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിൽ വരുന്നതാണ്. നോക്കിയേ, മെറ്റീരിയൽസ് മാനേജർ ഏതൊക്കെയാ അതിന്റെ കീഴിൽ വരുന്ന? ഒരു വശത്ത് പർച്ചേസ് അസിസ്റ്റന്റ് മാനേജർ, പർച്ചേസ് അസിസ്റ്റന്റ്. മെറ്റീരിയൽസ് മാനേജറിന്റെ പർച്ചേസ് അസിസ്റ്റന്റ് മാനേജർ, പർച്ചേസ് അസിസ്റ്റന്റ്. ദെൻ ഇപ്പുറം സൈഡ് നോക്കിയേ, മെറ്റീരിയൽസ് മാനേജറിന്റെ ഒരു വശത്ത് സ്റ്റോർ വരുന്നുണ്ട്. അതിന്റെ താഴെ അസിസ്റ്റന്റ് മാനേജർ, സ്റ്റോർ കീപ്പർ. രണ്ട് ബ്രാഞ്ച് ഇതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫ്ലോ ചാർട്ട് ഈസ് കറക്റ്റ് അങ്ങനെ ചോദിച്ചിട്ട് മെറ്റീരിയൽസ് മാനേജർ, പർച്ചേസ് അസിസ്റ്റന്റ് മാനേജർ, പർച്ചേസ് അസിസ്റ്റന്റ്, അതില് ആ ഒരു ഓർഡർ തന്നിട്ട് അതില് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പറ സൈഡില് മെറ്റീരിയൽസ് മാനേജർ, അതിന്റെ സ്റ്റോർ മാനേജർ, സ്റ്റോഴ്സ്, അസിസ്റ്റന്റ് മാനേജർ, സ്റ്റോർ കീപ്പർ, ആ ഒരു ഇതിൽ ചോദിക്കാം. അപ്പൊ രണ്ട് ഇതായിട്ടും നമ്മളത് പഠിച്ചു വെക്കുക കേട്ടോ. ആ ഫ്ലോ ചാർട്ട് അതിന്റെ ഓർഡർ പഠിച്ചു വെക്കുക. ഇത്രയും മതി. ഇനി ഇതിൽ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ ബോറടിക്കും.
ഇന്ന് പറഞ്ഞത് നമ്മൾ പെട്ടെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്തുകൊണ്ട് പോകാം. ഇത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. മറ്റതുപോലെ പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ ദഹിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇതല്ല ഇത്. അപ്പൊ അതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ, എങ്കിലും നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് വായിച്ചു പോകുക കേട്ടോ. ഇതിനകത്ത് റീ എക്സാം എഴുതിയൊരു എക്സാം എളുപ്പമായിരുന്നോ? അത് ചോദിച്ചില്ലല്ലോ. എക്സാം എളുപ്പമായിരുന്നോ? ഇന്നലെ നിങ്ങൾക്ക് റീ എക്സാം ഉണ്ടായിരുന്നല്ലോ. എളുപ്പമായിരുന്നോ? നിഷ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, എസ് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ആയിരുന്നില്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ? ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു, നോക്കിയായിരുന്നു. കുഴപ്പമില്ല, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു അല്ലേ? കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ഇപ്പൊ എല്ലാവരും എക്സാം എഴുതിയില്ലേ? ഇനി എക്സാം എഴുതാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തില്? ഇപ്പൊ 2 എക്സാം ഇട്ടു, ഫസ്റ്റ് എക്സാം ഇട്ടു, വീണ്ടും അതിന്റെ റീ എക്സാം ഇട്ടു. ഈ എക്സാം എഴുതാത്തവരൊന്നും ഇല്ലല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞത് മെയിൻ എക്സാമിന്റെ ഇനിയിപ്പോ നമ്മൾ തേർഡ് മൊഡ്യൂൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. 3rd 4th മൊഡ്യൂളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സാം വരും, ഡേറ്റ് അറിയിക്കും, എന്തായാലും സമയം ഉണ്ടാവും. ഇനിയിപ്പോ 3rd 4th മൊഡ്യൂൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു എക്സാം തരുമല്ലോ. 3rd 4th ഒരു എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. 4 പേപ്പർ തിരിച്ച് തന്നെയായിരിക്കും മോഡൽ എക്സാം വരുന്നത്. അതിൽ പേപ്പർ 1 മാത്രം പഠിക്കുക, പേപ്പർ 2, പേപ്പർ 3, പേപ്പർ 4 4 പേപ്പർ തിരിച്ച് മോഡൽ എക്സാം ഉണ്ടാവും. അതിനുശേഷമായിരിക്കും ഇതുപോലെ 4 പേപ്പർ തിരിച്ചിട്ട് മെയിൻ എക്സാം വരുന്നത്. അതിന് മുന്നേ നമുക്ക് മൊഡ്യൂള് 3ഉം 4ഉം കൂടി ഒരു എക്സാം ഉണ്ടാവും. ഓക്കെ, അതിനുശേഷമായിരിക്കും മോഡൽ വരുന്നത്, പിന്നീടായിരിക്കും മെയിൻ എക്സാം വരുന്നത്. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എടുക്കുന്ന ഓരോ ടോപ്പിക്കുകൾ ഇമ്പോർട്ടന്റ്, ഇതെല്ലാം ഞാൻ ഓരോ ചാപ്റ്റർ വൈസ് എടുക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ഇങ്ങനെ നോട്ട് ചെയ്യാൻ പറയാം. ആ ഒരു ചാപ്റ്ററിനൊക്കെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഇപ്പൊ ഞങ്ങൾ ഇത്രയും ഒരു ഇമ്പോർട്ടന്റ് എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടായിരിക്കണം. നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഫുൾ ഇരുന്ന് റെഫർ ചെയ്തിട്ട് അതിന്റെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ എടുത്തിട്ട് അതിൽ നിന്ന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ഒരു ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ് നിങ്ങളോട് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് നോട്ട് ചെയ്ത് പഠിക്കാൻ പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ ഫുള്ള് നിങ്ങൾ നോക്കിയായിരുന്നോ? പ്രിന്റ് എടുത്ത് വെച്ചപ്പോ കിട്ടിയില്ലേ? അതിന്റെ പേജസിന്റെ എണ്ണം കിട്ടിയല്ലോ അല്ലേ? നമ്മൾ ഇത്രയും നാള് പഠിച്ചതിലെ ഒരു ഏറ്റവും വലിയൊരു ചാപ്റ്റർ ആണ്. ഇത്രയും ഇതൊന്നുമില്ല. അപ്പൊ അതാണ്. അപ്പൊ അതില് നമ്മളെല്ലാം ഫുള്ള് ഈച്ച് ആൻഡ് എവറി സെന്റൻസ് വായിച്ച് പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഇത്രയും ഉണ്ടല്ലോ. എല്ലാവർക്കും എങ്ങനെ ഇപ്പൊ നമ്മുടെ ഒരു ഇത് മാത്രമല്ല, എല്ലാ ടീച്ചേഴ്സിന്റെ ഇതുപോലുള്ള വലിയ വലിയ ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ അതില് പ്രത്യേകം അതാണ് കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ചെക്ക് ചെയ്തിട്ടും കഴിഞ്ഞ നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ എടുത്തിട്ട് അതില് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് നിങ്ങളോട് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ, അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ആ ഒരു ക്വസ്റ്റ്യനും തന്നെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് മാക്സിമം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ എത്ര സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും ഞങ്ങളായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ മാക്സിമം ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും നല്ല മാർക്ക് വാങ്ങി പാസ് ആവുന്നത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുത്തിപ്പിടിച്ച് ഞങ്ങൾക്ക് ഇടുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ട് ഈ പ്രത്യേകം നോട്ട് ചെയ്യാൻ പറഞ്ഞ് ഈ ഒരു ചാപ്റ്റർ നമുക്കിങ്ങനെ ഈ ഒരു ഏരിയകൾ പറയുന്നത്. അപ്പൊ ഈ ഏരിയ നിങ്ങൾ പഠിക്കാതെ പോകരുത്. എന്തായാലും നിങ്ങൾ അത് നോക്കി പോവുക. ആ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന സെക്ഷനിലൊക്കെ പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഇത് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഫുള്ള് മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അത്രത്തോളം പ്രീവിയസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിലൊക്കെ വരുന്നത്. പിന്നെ നിങ്ങളൊക്കെ അറിയാലോ, നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ഓൾറെഡി നിങ്ങൾ പല ജോലികളിൽ നിൽക്കുന്നതാണ്, വീട്ടമ്മമാരാണ്, ഗ്യാപ്പ് കഴിഞ്ഞ് കയറിയവരാണ് എന്നുള്ളതൊക്കെ ഒരുവിധം അറിയാലോ. എക്സാം ബോർഡിൽ നിന്നാണെങ്കിലും അവർ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇടുന്നുള്ളൂ. നമ്മളൊക്കെ വലിയ കുഴപ്പിക്കുന്ന രീതിയിൽ കൺഫ്യൂസ്ഡ് ആക്കുന്നതോ അല്ലെങ്കിൽ പ്രിന്റഡ് നോട്ടിനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ. അത് ഞാൻ ഷുവർ പറയാണ്. അഥവാ ഏതെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങളത് എന്താന്ന് വെച്ചാൽ അത് മാറ്റി തരും. ഇവിടെ നിങ്ങളുടെ ഈ പ്രിന്റഡ് നോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിന് ആർക്കും ഒരു ഡൗട്ടും വേണ്ട.
നമുക്ക് കിട്ടിയേക്കുന്ന പ്രിന്റഡ് നോട്ടിൽ എങ്ങനെയാണോ അതനുസരിച്ച് തന്നെ പഠിക്കുക നിങ്ങൾ. പിന്നെ ഈ വലിയ വലിയ ചാപ്റ്റേഴ്സിൽ എല്ലാ ടീച്ചേഴ്സും തരും അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് സെക്ഷൻ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ് നമുക്ക് ആ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഒക്കെ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ തന്നെ ഒന്ന് നമുക്കൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ കുട്ടികൾക്ക് അത്രത്തോളം എളുപ്പമായിരിക്കുമല്ലോ നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അതുകൊണ്ട് ക്ലാസ്സിൽ എടുക്കുമ്പോ തന്നെ നിങ്ങൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്യാൻ പറയുന്ന സെക്ഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് പോവാട്ടോ. നമ്മളിപ്പോ ഇവിടെ മേജർ ഒബ്ജക്റ്റീവ്സ് ഞാൻ പറഞ്ഞു, അതിൽ 3 എണ്ണം അത് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫങ്ഷൻസ് പറഞ്ഞു. പിന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഏതൊക്കെയാണ് ആ എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി. അതിന്റെ ഉള്ളിലുള്ളത് അതിന്റെ ഉള്ളിൽ ഇപ്പൊ എക്യുപ്മെന്റ്സിൽ വരുന്നത് ഏതാണോ മെഷീൻസിൽ വരുന്ന അങ്ങനെ ചോദിച്ചിട്ട് കണ്ടിട്ടില്ല. അതിനകത്ത് മെറ്റീരിയൽസ് ഏതാണെന്ന് മാത്രം നോക്കുക. പിന്നെ IMM എന്താണെന്നുള്ള എക്സ്പാൻഡഡ് ഫോം അവിടെ നോക്കണം. പിന്നെ ലാസ്റ്റ് അതിന്റെ നമുക്ക് പറഞ്ഞു ആ പർച്ചേസിങ് സ്റ്റോറിങ് ഒക്കെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് കീഴിൽ വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് IMM അത് നോക്കുക. പിന്നെ വാല്യൂ അനാലിസിസ് ആ ഒരു ഫസ്റ്റ് IMM ഡെസ്ക് കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക് എന്ന് പറഞ്ഞില്ലേ അതൊക്കെ നോക്കുക. പിന്നെ അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞല്ലോ അത് നോക്കണം. വാല്യൂ അനാലിസിസിൽ നോട്ട് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ഇല്ലേ അത്, പർപ്പസ് ഓഫ് വാല്യൂ അനാലിസിസ്, പിന്നെ ഓർഗാനിസം. ഇത് ഈ ഒരു സെക്ഷൻ എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർക്കും മിസ് അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും ടിക്കിടാൻ പറഞ്ഞല്ലോ എന്ന്. ഇങ്ങനെയില്ല, ഇനി ഇങ്ങോട്ടേക്കൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സെക്ഷൻ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറി മാറി ചോദിച്ചിട്ടുണ്ട്. അതാണ് ഓക്കെ. അപ്പൊ ലാസ്റ്റത്തെ ആ ഡയഗ്രാം കൂടി ഒന്ന് നോക്കാം. ഇത്രയും മതി. അപ്പൊ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും ഒന്ന് വായിച്ചൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബൈ.